ദുരന്തത്തിന്റെ പേരിൽ പോലും മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ നിങ്ങൾ വിലയിരുത്തണം. ഇവരെ ഒരു നിലക്കും വിശ്വസിക്കരുതേ എന്ന അഭ്യർത്ഥന നടത്തുകയാണ്. ഈ പ്രതിപക്ഷത്തെ തുറന്നു കാണിക്കാൻ കേരളത്തിലുടനീളം ഈ തെരഞ്ഞെടുപ്പിനിടയിലും ഞങ്ങൾ ഡിവൈഎഫ്ഐ പറ്റാവുന്നിടത്തെല്ലാം പ്രതീകാത്മകമായി കുടിൽ കെട്ടി സമരം നടത്തും. എല്ലാത്തിനും അതിന്റേതായ രീതികളുണ്ട്. ഈ ചെയ്യുന്നത് തമ്മാടിത്തരല്ലേ? മുണ്ടക്കായ് പുനരധിവാസത്തിന് 750 കോടി രൂപ കൊടുത്തിട്ട് ഇന്നും താമസിക്കാൻ പറ്റാതെ സിനിമാ സെറ്റിൽ അങ്ങനെ സെറ്റിട്ട പോലെ ഒരു വീടുണ്ടാക്കിയിട്ട് നിങ്ങൾക്കറിയുന്നില്ല. നിങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതല്ലേ? എന്നിട്ട് ഇലക്ഷന്റെ സമയത്ത് ഇവിടെ വന്നിട്ട് ഈ സർക്കസ് കാണിക്കാൻ പാടുണ്ടോ? ഞാൻ മുണ്ടക്കായ്ക്കാരനെ ദുരന്തത്തിൽപ്പെട്ട ആളാ, നടക്കാൻ പറ്റാതെ ആക്സിഡന്റ് പറ്റിയ ആളാ. നമുക്ക് പോലും 10 പൈസ തന്നിട്ട് ഈ ഇലക്ഷൻ സമയത്തുള്ള ഈ സർക്കസ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു സർക്കസ് ആണ്. ദുരന്തബാധിതനാണോ? ഞാൻ മുണ്ടക്കായ് സ്വദേശിയാണ്. മുണ്ടക്കായ് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇവിടുത്തെ പള്ളി കമ്മിറ്റി സെക്രട്ടറി, കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. ഞങ്ങളത് പൂർത്തീകരിക്കും. കോൺഗ്രസ് വീട് നിർമ്മിച്ച് ദുരന്തബാധിതരായ ആളുകൾക്ക്, മുണ്ടക്കായിലുള്ള ഇനിയും ഒരുപാട് ആളുകൾക്ക് വീട് കിട്ടാനുണ്ട്. ആ ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം എടുത്തിട്ടുള്ളത്. അല്ലാതെ ഇതൊരു പ്രഹസനമല്ല. പഞ്ചായത്തിൽ പോലും ഈ പണിയുമായി, നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ തറക്കല്ലിട്ടിട്ട് ഇതുവരെ പണി പോലും ആരംഭിച്ചില്ലെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പണി ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ആകെ നടന്നത് ഇനി ആരും വന്ന് ഇതിന്റെ വിഷ്വൽസ് എടുക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് ഇതിന്റെ പ്ലാനോ ഇതിന്റെ മറ്റെന്തെങ്കിലും പദ്ധതികളോ ഒന്നും ഇവിടെ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ. ഒരു കെട്ടിടം പണി തുടങ്ങുന്നതിനാവശ്യമായ പഞ്ചായത്ത് ലൈസൻസിന് പഞ്ചായത്തിന്റെ പെർമിഷൻ ആവശ്യമായ പേപ്പർ വർക്കുകളൊക്കെ നീക്കണം. അതൊന്നും നീക്കിയിട്ടില്ല എന്നാണ് ഫ്രാൻസിസ്. ഒന്നും നീക്കിയിട്ടില്ല. ഇവരൊക്കെ ഈ വയനാടും ഈ പരിസരത്തുള്ളവരാണ്. സുഹൃത്തെ, നമ്മൾ ഇരുന്നിട്ടല്ലേ കാര്യം നിന്നിട്ട്. ഞങ്ങളിപ്പോ ഭൂമി എടുത്തു, അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, അതിന്റെ ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞങ്ങൾ മുതിർന്ന നേതാക്കൾ അതിന്റെ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. നമ്മളിതൊരു അപ്പം ചുടുന്ന പോലെ പറ്റുന്ന കാര്യമല്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനാ. ഞാൻ കൽപ്പറ്റ ബ്ലോക്കിന്റെ ഒരു ഭാരവാഹിയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ വക്താവായിട്ടല്ല, ഞാൻ ഇവിടുത്തെ പ്രദേശവാസിയാണ്. ഞാൻ മുണ്ടക്കാരി ദുരന്തബാധിതത്തിൽപ്പെട്ട ഒരാളും കൂടിയാ. ഇവിടെ ഇങ്ങനെ സർക്കസ് നടക്കുന്നുണ്ട്. അപ്പൊ അറിയാൻ വേണ്ടി വന്നതാ. പഞ്ചായത്തിൽ പെർമിഷൻ പോലും കൊടുക്കാത്ത എന്തുകൊണ്ടാ? പെർമിഷനൊക്കെ കൊടുക്കും സുഹൃത്ത്. ഇതിനൊക്കെ നടപടിക്കാണല്ലേ? അടിച്ചോടിക്കുമായിരുന്നു. ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന്, നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിൽ കെട്ടി സമരം ചെയ്താൽ അവിടെ അടിച്ചു